അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, ലേൺ ദ ഖുർആൻ തുടക്കം മുതൽ എനിക്കും എൻ്റെ സ്ഥാപനത്തിനും ഇതുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ നല്ലൊരു പരിപാടി, വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ഇന്ന് അത് വിശാലമായി ദേശീയ സംഘമായിട്ട് ഇന്ന് സമാപിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പിന്നെ ഇപ്പം ആരെ കണ്ടു കഴിഞ്ഞാലും ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരങ്ങളാണ്. ഒരു ആശങ്ക, ഇന്നത്തെ കാലഘട്ടത്തിനെ പറ്റിയിട്ടുള്ള ഒരു ആശങ്കയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. പക്ഷേ അതിന് പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയാണ് പ്രതിവിധി, പുറത്തുനിന്നും വരാനില്ല. നമ്മളതിന് സാഹോദര്യം, സ്നേഹം, മിതത്വം, അത് ഒരു പ്രധാന ഘടകമാണ്. നമ്മളിലൊരു മിതത്വം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ലേൺ ദ ഖുർആൻ്റെ ഇന്നത്തെ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ സദസ്സിൽ ഞാൻ വളരെ ചെറുതാണ്. ഓരോരുത്തരും നിങ്ങളെ പഠിതാക്കളും അവരൊക്കെ ആയിട്ട് ഒരുപാട് വലിയ ആൾക്കാരാണ്. ഞാൻ ഭാഷകനല്ലാതെ എല്ലാവർക്കും അറിയാമല്ലോ. അന്ധവിശ്വാസത്തിന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കേരനെ പറ്റി പറഞ്ഞപ്പോൾ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന മങ്കൂസ് മൗലൂദ്, മൊയ്യുദ്ദീൻ മാല എന്നൊക്കെ നേർച്ചയാക്കിയിരുന്ന എൻ്റെ ഉമ്മയൊക്കെ പിന്നീട് അത് മാറിയിട്ട് യതീംഖാനിലേക്ക് നേർച്ചയാക്കുന്ന ഒരു ഇതിലേക്ക് മാറ്റിയിരുന്നു. ഒരു കേരളത്തിൻ്റെ ഒരു പൂർണ്ണ ഫാമിലി ആയിട്ടല്ല എങ്കിൽ തന്നെയും അതിൻ്റെ ആ മാറ്റം നമ്മുടെ മുംബൈയിൽ വരെ അത് ഇതായിരുന്നു. പിന്നെ എൻ്റെ കർത്തവ്യം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ്. കേരളം മുന്നോട്ട് വെച്ച അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റം, അത് വളരെ നല്ലൊരു ആശയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഇപ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അന്ധവിശ്വാസം ഒരു വഴിക്ക് തുടക്കം നീക്കും, മറ്റൊരിൽ അത് വീണ്ടും വന്നുകൊണ്ടിരിക്കാനാണ്. അതിനൊരു ക്യാമ്പയിൻ ആവശ്യം തന്നെയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നന്ദി. അസ്സലാമു അലൈക്കും.